ത്തിന്റെ ഹൃദയമായ ഡൽഹിയും ആഗ്രയും വരെ ശത്രുക്കളുടെ കയ്യിലായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് മുഗൾ സാമ്രാജ്യത്തിന്റെ തന്നെ ഭാവി തീരുമാനിക്കുന്ന ആ വലിയ യുദ്ധം വരുന്നത്. ഒന്നുകിൽ എല്ലാം നേടുക, അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെടുത്തുക. രണ്ടാം പാനിപ്പത്ത് യുദ്ധം. ആ യുദ്ധക്കളത്തിലെ ഒരു ചിത്രം നമുക്കൊന്ന് ഓർത്തുനോക്കാം. ഒരു വശത്ത് തങ്ങളുടെ സാമ്രാജ്യം തിരിച്ചുപിടിക്കാൻ വന്ന എണ്ണത്തിൽ വളരെ കുറവായ മുഗൾ സൈന്യം, മറുവശത്ത് ഡൽഹി ഭരിക്കുന്ന ഹേമുവിന്റെ ആത്മവിശ്വാസം നിറഞ്ഞ പടുകൂറ്റൻ സൈന്യം. ശരിക്കും ഒരു ഗംഭീര പോരാട്ടത്തിനാണ് അവിടെ കളമൊരുങ്ങിയത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, 1500 യുദ്ധാനകൾ. ഇന്നത്തെ കാലത്ത് ടാങ്കുകൾ പോലെയാണത്. ആ 13 വയസ്സുകാരൻ നേരിടേണ്ടി വന്ന വെല്ലുവിളിയുടെ വലുപ്പം ഈ ഒരൊറ്റ കണക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. യുദ്ധം ഏകദേശം ഹേമു ജയിച്ചതായിരുന്നു. മുഗൾ സൈന്യം തോറ്റു പിന്മാറാൻ തുടങ്ങിയിരുന്നു. പക്ഷേ അപ്പോഴാണ് ചരിത്രത്തിലെ ആ അപ്രതീക്ഷിത നിമിഷം വരുന്നത്. എവിടെ നിന്നോ വന്ന ഒരൊറ്റ അമ്പ് ഹേമുവിന്റെ കണ്ണിൽ തറച്ചുകയറി. നേതാവ് വീണതോടെ ആ വലിയ സൈന്യം പേടിച്ച് നാലുപാടും ചിതറിയോടി. ഒരൊറ്റ അമ്പ്, ഒരു നിമിഷം, അത് ചരിത്രത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചു. പാനിപ്പത്തിലെ ആ വിജയത്തോടെ അക്ബർ ഉറപ്പിച്ചു, ഇനി പിടിച്ചു നിൽക്കലല്ല, മുന്നോട്ടു പോകലാണ് വേണ്ടത്. ഒരു പുതിയ സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുക്കണം. അതിജീവനത്തിന്റെ കാലം കഴിഞ്ഞു, ഇനി സാമ്രാജ്യ വികസനത്തിന്റെ കാലമാണ്. ഒരു യഥാർത്ഥ ഭരണാധികാരിയാവാൻ അക്ബറിന് പല കടമ്പകൾ കടക്കണമായിരുന്നു. ആദ്യം അദ്ദേഹത്തെ എപ്പോഴും നിയന്ത്രിച്ചിരുന്ന രക്ഷാധികാരി ബൈറാം ഖാനെ ഒഴിവാക്കി. പിന്നെയാണ് കൊട്ടാരത്തിലെ സ്ത്രീകളുടെ, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ വളർത്തമ്മയായ മാഹം അങ്കിയുടെ ശക്തമായ സ്വാധീനത്തിൽ നിന്ന് പുറത്തുവരുന്നത്. ഒടുവിൽ 1564-ൽ അക്ബർ എല്ലാ അർത്ഥത്തിലും ഒരു സ്വതന്ത്ര ചക്രവർത്തിയായി മാറി. ഇത് അക്ബറിന്റെ ഏറ്റവും മികച്ച ഒരു രാഷ്ട്രീയ നീക്കമായിരുന്നു. ശക്തരായ രജപുത്രരെ കൂടെ നിർത്താൻ അദ്ദേഹം 2 വഴികൾ മുന്നോട്ടുവച്ചു. സ്നേഹത്തോടെ വരുന്നവർക്ക് സ്ഥാനമാനങ്ങൾ നൽകി ഒപ്പം കൂട്ടി, അല്ലെങ്കിൽ എതിർക്കുന്നവരെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തി. അടുത്ത 30 കൊല്ലം അതൊരു വിജയയാത്രയായിരുന്നു. മാൾവ, ഗുജറാത്ത്, ബംഗാൾ, കാശ്മീർ, അങ്ങനെ തെക്കേ ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ വരെ നീണ്ടുകിടക്കുന്ന ഒരു വലിയ സാമ്രാജ്യത്തിന് അദ്ദേഹം അടിത്തറയിട്ടു. പക്ഷേ ഒരു സാമ്രാജ്യം പണിയുന്നത് വാളുകൊണ്ട് മാത്രമല്ലല്ലോ. ഒരു പോരാളിയെപ്പോലെ തന്നെ മികച്ച ഒരു ഭരണാധികാരി കൂടിയായിരുന്നു അക്ബർ. എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണത്തെ അത്രയേറെ സവിശേഷമാക്കിയ കാര്യങ്ങൾ? അക്ബറിന്റെ ഈ തീരുമാനങ്ങള് അന്നത്തെ കാലത്ത് ശരിക്കും വിപ്ലവകരമായിരുന്നു. ഒന്നോർത്തു നോക്കൂ, യുദ്ധത്തിൽ പിടിക്കുന്നവരെ അടിമകളാക്കരുത്. ഹിന്ദുക്കൾക്ക് അവരുടെ തീർത്ഥാടനത്തിന് നികുതി വേണ്ട. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്, മുസ്ലിങ്ങളല്ലാത്തവർ കൊടുക്കേണ്ടിയിരുന്ന ജിസിയ നികുതിയും അദ്ദേഹം എടുത്തുകളഞ്ഞു. ഇത് സാമ്രാജ്യത്തിലെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾക്ക് നൽകിയൊരു സന്ദേശമുണ്ടായിരുന്നു: ഈ സാമ്രാജ്യം നിങ്ങളുടേത് കൂടിയാണ്. ഇത്രയും വലിയൊരു സാമ്രാജ്യം